സ്റ്റാർട്ട് ചെയ്തോട്ടോ നൈമാമ. ഓക്കെ സർ. ഹായ് ഹലോ ഗുഡ് ഈവനിങ് എവ്രി വൺ. എൻ്റെ പേര് നീമ. ഞാൻ കണ്ണൂരിൽ നിന്നാണ്. ഇപ്പോൾ കണ്ണൂരിൽ ഒരു ക്ലിനിക്കിൽ കൗൺസിലിംഗ് ചെയ്യുന്നു. പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലെ 18th ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. നമ്മൾ എല്ലാവരും വിംബിൾ അക്കാഡമിയുടെ കീഴിലുള്ള ട്രെയിനേഴ്സ് ടോക്കിലാണ് ഉള്ളത്. ട്രെയിനിങ്ങിന്റെ സാധ്യതയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മളിൽ നല്ലൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റും വേണം. നമ്മുടെ സ്കില്ലിനെ ഇംപ്രൂവ് ചെയ്യാനും പുതിയ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനും ട്രെയിനിങ്ങിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ലോകത്ത് പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളെയും കുട്ടികളെയും എങ്ങനെ സഹായിക്കണമെന്ന ചിന്തയിലൂടെയാണ് ഒരു ട്രെയിനർ ആവുക എന്നുള്ള തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ആ യാത്രയുടെ ഭാഗമായി ഫൈസൽ സർ ഫാക്കൽറ്റിയായി നിന്ന് ചെയ്യുന്ന പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിനെ കുറിച്ച് അറിയുന്നതും ആ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതും. ഇന്ന് എല്ലാ മേഖലയിലും കൂടുതൽ സാധ്യതയുള്ള പ്രൊഫഷൻ കൂടിയാണ് ട്രെയിനിങ്. ബിസിനസ്സിലായാലും കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിലായാലും സ്റ്റുഡൻസ്, അഡൾട്ട്സ്, സ്കൂൾസ്, ടീച്ചേഴ്സ് അവരെ അങ്ങനെ ഒരുപാട് മേഖലയിലും ട്രെയിനിങ്ങിന്റെ സാധ്യത വളരെ കൂടുതലാണ്. എന്നിലൂടെ ഒരു വ്യക്തിയെങ്കിലും മാറ്റാൻ സാധിച്ചാൽ അത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയി കരുതുന്ന വ്യക്തിയാണ് ഞാൻ. മറ്റുള്ളവരെ മാറ്റുന്നതിന് മുന്നേ ആദ്യം നമ്മൾ മാറണം. നമ്മൾ നമ്മളെ ഫോളോ ചെയ്യുന്ന രീതിയിൽ ആയാൽ മാത്രമാണ് മറ്റുള്ളവർ നമ്മളെ ഫോളോ ചെയ്യത്തുള്ളൂ. നമ്മളെ പ്രതീക്ഷിച്ച് ഒരുപാട് നിസ്സായരായ സ്ത്രീകളും കുട്ടികളും കാത്തിരിപ്പുണ്ട്. അവരിലേക്ക് നമ്മുടെ വാക്കുകളിലൂടെ ഊർജവും വെളിച്ചവും കൊടുക്കാൻ സാധിക്കണം. നമ്മൾ അവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയി മാറാനും സ്വന്തമായി ഒരു നിലപാടെടുക്കാനും അവരെ സഹായിക്കണം. അതിന് എന്നിലൂടെ എങ്ങനെ സാധിക്കും എന്ന് തിരിച്ചറിവിന്റെ ഭാഗമായി സർവേശ്വരന്റെ അനുഗ്രഹത്താൽ ഞാൻ എത്തിപ്പെട്ടത് ശരിയായ സ്ഥലത്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിൽ ജോയിൻ ചെയ്ത് ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ലഭിച്ചു. എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനും എൻ്റെ ക്വാളിറ്റി എമ്പതി ഇംപ്രൂവ് ചെയ്യാനും ക്ഷമ വർദ്ധിക്കാനും ഒരുപാട് അറിവുകൾ നേടാനും മറ്റുള്ളവരെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും പുതിയ അറിവുകൾ നേടാനും നമ്മളിലെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കാനും സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ ഉൾവരിയുന്ന ഞാൻ സംസാരിക്കാനുള്ള കോൺഫിഡൻസും ലഭിച്ചു. ട്രെയിനിങ്ങിനെ കുറിച്ച് ഒരുപാട് ക്ലാസ്സസ് നൽകുന്ന വിംബിൾ അക്കാഡമിയുടെ ഫൗണ്ടറും ബാക്ക്ബോണും മെന്ററും കൂടി ആയ ഫൈസൽ സാറിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ടോപ്പിക്കായ സൈബർ അവയർനെസ് എന്ന സെഷൻ ലീഡ് ചെയ്യുന്നതിനായി സൈക്കോളജിസ്റ്റും ട്രെയിനറും കൂടി ആയ ഷംസീന മൻസൂർ മാമിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാം, വെൽക്കം. താങ്ക് യു. Thank you, Naima ma'am, for this wonderful welcoming. Thank you so much. ഒരുപാട് കാര്യങ്ങൾ മാം പറഞ്ഞു. മാഷാല്ലാ, മാം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വേൾഡിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം തന്നെയാണ് ഫൈസൽ സാറിന്റെ നേതൃത്വത്തിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് പേര് നടത്താൻ കടന്നു വരാനിരിക്കുന്നു. മാഷാല്ലാ, അള്ളാഹു അതിൻ്റെയൊക്കെ ഒരു ഗുണങ്ങള് സാറിന്റെ കരിയറിലും ഫാമിലിയിലും ഒക്കെ നൽകട്ടെ എന്ന് ആദ്യമായിട്ട് ഞാൻ ദുആ ചെയ്യും കൂടിയാണ് കേട്ടോ. ഇന്നത്തെ വിഷയം സൈബർ അവയർനെസ് അല്ലെങ്കിൽ അതോടൊപ്പം സൈബർ സൈക്കോളജി രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടൊരു സെഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഇന്നത്തെ വേൾഡ് എന്ന് പറയാൻ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാണല്ലേ. ഓരോ ദിവസവും എന്ത് പുതിയ അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ കണ്ണ് തുറക്കുന്നത് എന്നുള്ള ഒരു ചിന്തയോടാണ് ഓരോ പുലരിയും നമ്മൾ നോക്കിക്കാണുന്നത്. നമ്മളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഡിവൈസ് ഏതാണെങ്കിലും അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ നൂതനമായ ആശയങ്ങളും നമ്മളുടെ ലൈഫിനെ കൂടുതൽ ഈസി ആക്കാനും നമ്മളുടെ ലൈഫിൽ കുറെ മുന്നേറ്റങ്ങൾ നൽകാനും സാധിക്കുന്ന തരത്തിലുള്ള ടെക്നോളജിക്കൽ ആൻഡ് ഇന്നോവേഷൻസ് ഒക്കെയാണ്. ഇതില് വളരെ പ്രധാനപ്പെട്ട് നമ്മൾ കാണേണ്ടത് ശ്രദ്ധ, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾക്ക് അതിനെ നമ്മുടെ ലൈഫുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അതിന് ശരിയായ ദിശയിലൂടെയാണ് നമ്മൾ നോക്കി കാണുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് അത്യാവശ്യമാണ്. ഈ തിരിച്ചറിവിന് വേണ്ടിയുള്ള എൻ്റെ ചെറിയൊരു എന്താ പറയാ ചർച്ച എന്ന രീതിയിലാണ് ഞാൻ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ഒരു ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞ് അത് ഇതാക്കുക എന്നുള്ളതിൽ ഞാൻ അത്ര താല്പര്യമല്ല. പക്ഷെ
ചർച്ച എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിൽ എനിക്കും പല കാര്യങ്ങളും അതിലൂടെ പഠിക്കാം എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. സോ സൈബർ അവയർനെസ്, നമുക്കറിയാം ഇന്നത്തെ ജനറേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്, ആൽഫ ജനറേഷൻ അല്ലെ, നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന മെയിൻ ആയിട്ടുള്ള 3 ജനറേഷൻസ് ഇന്ന് നിലവിൽ നിൽക്കുന്നതാണ് ജനറേഷൻ എക്സ്, ജനറേഷൻ വൈ, ജനറേഷൻ സി, അതല്ലെങ്കിൽ ആൽഫ ജനറേഷൻ. ഈ 3 ജനറേഷന്റെയും കാലഘട്ടങ്ങള്, അവർ ജീവിക്കുന്ന കാലഘട്ടം, അവർ അഭിമുഖീകരിക്കുന്ന കാലഘട്ടങ്ങളെല്ലാം 3 കാലഘട്ടങ്ങളിലും ടെക്നോളജിയുടെയും ഇതുപോലുള്ള നൂതനമായ ആശയങ്ങളുടെയും കടന്നുവരവുകളും അത് ഉപയോഗിച്ചിട്ടുള്ള ലോകത്തെ കാണാനുള്ള കഴിവുകളും ഏറെയായിരുന്നു. ഓരോ കാലഘട്ടത്തിലും അത് വ്യത്യസ്തമായിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു ഗുണവും ദോഷവും ഒരുപോലെ എന്ന് പറയാവുന്ന ഒരു മേഖലയാണ് നമ്മുടെ സൈബർ സെക്യൂരിറ്റി മേഖലകൾ. ശരിക്കും പറഞ്ഞാൽ ഒരു സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രോബ്ലം ആയിട്ടായിരിക്കും കൂടുതലും ആളുകൾ ആദ്യം അതിനെ നോക്കിക്കാണുക. എല്ലാ കാര്യങ്ങൾക്കും നല്ല വശവും ചീത്ത വശങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് സൈബർ സെക്യൂരിറ്റിയുടെയും കാര്യം. നമ്മളൊരു വലിയൊരു വീട് വെച്ചു, ഒരുപാട് ക്യാഷൊക്കെ ചെലവഴിച്ച് ഒരുപാട് നൂതനമായ സാങ്കേതികമായ എല്ലാ സൗകര്യങ്ങളും തരപ്പെടുത്തി നല്ല സെക്യൂരിറ്റിയോട് കൂടി തന്നെ നമ്മളൊരു വീട് വെച്ചു. ആ വീട്ടിൽ നമ്മുടെ മൂല്യവത്തായിട്ടുള്ള പണം, സ്വർണം, ആധാരങ്ങള്, നമ്മളുടെ ബന്ധങ്ങള്, നമ്മളെ മനുഷ്യന്മാരെല്ലാവരും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ആയുഷ്കാലം നേടിയെടുക്കുന്ന പലതും നമ്മൾ അവിടെ ആ വീട്ടില് കാത്തു സൂക്ഷിക്കുന്നു. എന്നിട്ട് അതിനൊരു മെയിൻ ഒരു ഡോറും, നമ്മളെ ഒരു വീടിന്റെ പ്രധാന വാതില് വലിയ സംഭവമാണല്ലേ, ആ ഒരു പ്രധാന വാതിലാണ് ആ വീട്ടിലേക്കുള്ള മെയിൻ എൻട്രി എന്ന് പറയുന്നത്. അത് നമ്മൾ വളരെ വില കൂടിയ തടിയിലോ അല്ലെങ്കിൽ അത്യാധുനികമായ ടെക്നോളജിയോ, ഇപ്പോ ഫിംഗർ പ്രിന്റ് സെക്യൂരിറ്റി, അങ്ങനത്തെ ഫിംഗർ പ്രിന്റ് ലോക്കൊക്കെ ഉള്ള കാലാണ്, ഫേസ് ലോക്ക് ഉള്ള കാലാണ്, അങ്ങനത്തതൊക്കെ നമ്മൾ ഉപയോഗിച്ച് ആ മെയിൻ ഡോറും സെറ്റ് ചെയ്തു. എന്നാൽ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ വേറൊരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരുക്കങ്ങൾക്കൊക്കെ വല്ല കാര്യം ഉണ്ടാവും, ഒരു അർത്ഥവത്തായി മാറും. ആർക്കെങ്കിലും ഒന്ന് ഒരു റിപ്ലൈ തരാൻ കഴിഞ്ഞാൽ സന്തോഷം. ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നലിനും കൂടിയിട്ടായിരുന്നു. ചാറ്റിലൂടെ ആവാം, മൈക്കിലൂടെ ആവാം. അതെ, ചന്ദ്രൻ സർ, താങ്ക് യു ഫോർ യുവർ പ്രോംപ്റ്റ് റിപ്ലൈ. ഓക്കെ, അതെ, ത്രെറ്റ് അല്ലേ? അതെ, വേഗം തന്നെ ത്രെറ്റിലേക്ക് വന്നിട്ടുണ്ട്. അതിന് മുൻപ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, എന്നിട്ട് ഞാൻ ത്രെറ്റിലേക്ക് വരും. സോറി. ഓക്കെ, അപ്പോ നമുക്കെല്ലാം അത് വ്യക്തമാണ്. അങ്ങനെയല്ല, നമ്മളുടെ കയ്യിൽ എന്ത് തന്നെ ഉണ്ടായി കഴിഞ്ഞാലും അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്നുള്ളത്. അപ്പൊ ഇതൊരു ടെക്നിക്കൽ പ്രോബ്ലം മാത്രമാണോ? അല്ല അല്ലെ. എന്ത് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് നോട്ട് എ ടെക്നിക്കൽ പ്രോബ്ലം, ഇറ്റ്സ് എ പീപ്പിൾസ് പ്രോബ്ലം ഓർ എ മാനേജ്മെന്റ് പ്രോബ്ലം. അതായത് പീപ്പിൾസ് പ്രോബ്ലം എവിടെയാണ്? നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഏതൊരു കാര്യം ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടി കണ്ടുപിടിച്ചാൽ അവിടെ പീപ്പിൾസ് പ്രോബ്ലം നമുക്ക് പരിഹരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ശരിയായ രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ നമ്മളുടെ ലൈഫുമായി കോമ്പീറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതിന്റെ ഒരു മറുപടിയും കൂടി കണ്ടുപിടിച്ചാൽ മാനേജ്മെന്റ് പ്രോബ്ലവും നമുക്ക് അവിടെ ആ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് അവിടെ ആൻസർ കിട്ടും. ഇനി ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു സെഷൻ അഡോളസെന്റ് സൈക്കോളജി ആയിരുന്നു. അതിലൂടെ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ അഡോളസെന്റ് പീരീഡിലുള്ള കുട്ടികളുടെ ഒരുപാട് ഗുണങ്ങളെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അതോടൊപ്പം അവർ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ വേൾഡിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞിരുന്നു. നിങ്ങളുടെ സിമ്പിൾ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് പല പ്രഗത്ഭരായ ട്രെയിനേഴ്സിന്റെ ക്ലാസ്സിനോടൊപ്പം എൻ്റെ ആ ഒരു ക്ലാസ്സും കൂടി ഉണ്ട്. അതോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ടെക്നോളജി. അതായത് 2010 മുതൽ ഇന്ന് ഈ 2024 വരെ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്ന കുട്ടികൾ,
അവരുടെ കയ്യിൽ അവർ ടെക്നോളജിയുമായിട്ടാണ് ജനിച്ചു വീഴുന്നത് തന്നെ. അവർ വളർന്നു വരുന്ന, നമ്മളൊക്കെ മണ്ണപ്പം ചുട്ടും അല്ലെങ്കിൽ വാഴയില ഉണ്ടാക്കി കഞ്ഞി വെച്ചും കറി വെച്ചും, അതല്ലെങ്കിൽ ഒരു പാവക്കുട്ടിക്ക് കണ്ണെഴുതി പൊട്ടുകുത്തി ഒരു ഒരു ഉജാലഡപ്പ കൊണ്ട് സൈക്കിൾ ഉരുട്ടി കളിച്ച കാലം എന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായി അവർ കളിക്കുന്നത് മൊബൈൽ ഫോണിലും സ്മാർട്ട് ഡിവൈസസിലാണ്. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ അത് ചെറുതായി പോകും. ഇപ്പോൾ സ്മാർട്ട് ഡിവൈസസ് ആണ് അവരുടെ ചങ്ങാതിമാര്. അവർ കാണുന്നതും കേൾക്കുന്നതും സ്മാർട്ട് ഡിവൈസസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ദേ ആർ വെരി സ്മാർട്ട്. അപ്പൊ ആദ്യം നമുക്ക് അവരുടെ ഇതിലുള്ള ഒരു പൊട്ടൻഷ്യൽ എന്താണെന്നൊന്ന് ചർച്ച ചെയ്യാം. അതിനുശേഷം അവരെങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്നും ഇങ്ങനത്തെ ഒരു, അവർ മാത്രമല്ല, തീർച്ചയായിട്ടും നമ്മളും മുതിർന്നവരായ നമ്മളും എങ്ങനെയാണ് സൈബർ സെക്യൂരിറ്റി എന്നുള്ളൊരു വിഷയത്തിലേക്ക് കടന്നു വരേണ്ടതെന്ന് നോക്കാം. നമ്മളുടെ ആൽഫ ജനറേഷന് ഒരുപാട് ഗുണങ്ങളുള്ള കൂട്ടത്തിൽ ആദ്യമായിട്ട് നമുക്ക് പറയേണ്ടത് ഡിജിറ്റലി അവർ ഭയങ്കര ഫ്ലുവൻ്റ് ആണ്. അതായത് അവർക്ക് ഏതൊരു ഡിവൈസ്, ഏതൊരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനുള്ള ഒരു കംഫർട്ടബിലിറ്റി അവർക്ക് നന്നായിട്ടുണ്ട്. നമ്മൾ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അവരോടാണ് ചോദിക്കാറ്. എന്നെ പോലെയുള്ള പല മാതാപിതാക്കളും ഉണ്ടായിരിക്കാം. ഞാൻ കാണുന്ന കുറച്ച് മാതാപിതാക്കളും എന്നോട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പല കാര്യങ്ങളും ഞാൻ മോനോട് നിന്നാണ് ചോദിച്ച് മനസ്സിലാക്കാറ്. പല മൊബൈലിന്റെ ഫീച്ചേഴ്സും എനിക്ക് കുട്ടികളാണ് പറഞ്ഞു തരാറ് എന്നുള്ളത്. അവർക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നതല്ലല്ലോ, അവർ കണ്ടുപിടിക്കുന്നതാണല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? അവർ ഡിജിറ്റലി ഫ്ലുവൻ്റ് ആണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ they are tech savvies, that is they are navigating through online environments. ഓൺലൈൻ ആയിട്ടുള്ള എൻവയോൺമെന്റുകൾ ഏതുണ്ട്, ഏതൊക്കെ സൈറ്റുകൾ ഉണ്ട്, ഏതൊക്കെ രീതികളിലൂടെ പോകാം എന്നുള്ളതൊക്കെ നാവിഗേറ്റ് ചെയ്ത് അതിലൂടെ കണ്ടുപിടിച്ച് ഒരു യാത്ര ചെയ്യാനുള്ള ഒരു മനോഭാവം, ആ ഒരു ധൈര്യം അവർക്ക് കൂടുതലാണ്. നേരത്തെ പറഞ്ഞ ഒരു കംഫർട്ടബിലിറ്റി കൂടുതലാണ്. എന്നാൽ ഇതൊക്കെ കൊണ്ട് തന്നെ അവർ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് അവർ കാര്യങ്ങളൊക്കെ, അതായത് ഒരു വിമുഖത, ഇതിപ്പോ എങ്ങനെ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്ത് അപകടങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇതൊക്കെ നന്നാവോ എന്നുള്ള ഒരു ഫസ്റ്റ് തോട്ട് ഉണ്ടല്ലോ, അത് കമ്പാരിറ്റീവ്ലി വളരെ ലോ ആയിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അവർക്ക് എല്ലാം തൽക്ഷണം ലഭിക്കണം, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് അവർക്ക് അപ്പോൾ തന്നെ കിട്ടണം എന്നുള്ളൊരു പല കാര്യങ്ങൾക്കുള്ളതുപോലെ തന്നെ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നതിലും അവർക്കുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിനായിട്ടാണ് ഞാൻ ആദ്യം തന്നെ അത് പറയുന്നത്. ഈ നമ്മൾ പറയും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾക്കപ്പോൾ തന്നെ അവർക്ക് അതിന്റെ റിസൾട്ടുകൾ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസിക സംതൃപ്തി. അതോടൊപ്പം തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാന്, അവര് പുതിയ തലങ്ങളിലേക്ക് യാത്ര ചെയ്യാന്, പുതിയ സിറ്റിസണിലുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാന് ഒക്കെ അവർക്ക് ഒരു, നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു ത്വര കൂടുതലായിരിക്കും. ഇതെല്ലാം ഇതിന്റെ ഒരു നല്ല വശങ്ങളായിട്ട് നമുക്കിപ്പോ നോക്കിക്കാണാം. കാരണം ഇതിലൂടെ വളർന്ന് ഇതെല്ലാം കൈകാര്യം ചെയ്യാത്തൊരു ലോകത്ത് ഇന്ന് അവർക്ക് ജീവിക്കാൻ കഴിയില്ല. ഇന്നത്തെ ലോകത്ത് അവർക്ക് ജീവിക്കണമെങ്കിൽ ഇതെല്ലാം അവർ കൈകാര്യം ചെയ്തേ പറ്റും, അല്ലെങ്കിൽ അവർ വളരെ ഔട്ട്ഡേറ്റഡ് ആയി പോവും. അവരുടെ ജനറേഷനിൽ അവർക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ആൽഫ ജനറേഷനിൽ അല്ലാത്ത വ്യക്തികളായ നമുക്ക് പോലും ഈ ടെക്നോളജി ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഒന്ന് മറുപടി വന്ന് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം അതിനോട്? ഞാൻ പേരെടുത്ത് വിളിക്കുന്നില്ല, ആർക്കും മറുപടി പറയാം, ആർക്കും ഇന്ററാക്ട് ചെയ്യാം. ആരുമില്ല, ആരും കേൾക്കാനില്ല. ഓക്കെ, മജീദ് സർ. ഓക്കെ സർ, താങ്ക് യു ഫോർ ദ റിപ്ലൈ. ഓക്കെ, ഇനി അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ഇന്നത്തെ സാഹചര്യം. ഓക്കെ, ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇനി നിങ്ങൾ എന്നെ ബാക്കിയുള്ള ഭാഗം കേൾക്കേണ്ടത്. നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റി ഇടത്തിൽ നമ്മൾ എന്തെല്ലാമാണ് നമ്മൾ ഷെയർ ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റിയിൽ നിലനിൽക്കുന്നത്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇവിടെ വാങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്.
താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ. ഓക്കെ, കേൾക്കാലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ ആണല്ലോ വോയിസ്? സോ ഇന്നത്തെ ഈ ഡിജിറ്റൽ വേൾഡിലെ എങ്ങനെ നമുക്ക് ഒരു സെൽഫ് നോളേജ് എന്നതോടൊപ്പം തന്നെ നല്ല രീതിയിലൊരു അറിവോട് കൂടി നമുക്ക് ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ നിന്ന് പോകാം അല്ലെങ്കിൽ ഗ്രോ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടും നമ്മൾ ഈ ഓൺലൈനിൽ നിൽക്കുമ്പോൾ സേഫ് ആയിട്ട് സ്റ്റേ ചെയ്യാനുള്ള കുറച്ച് ടൂൾസ് ആൻഡ് ടിപ്സ് ആൻഡ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇനി പറയുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഡാറ്റ കളക്ഷൻ, പ്രൈവസി സെറ്റിംഗ്സ്, ഓൺലൈൻ റെപ്യൂട്ടേഷൻ പോലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മളുടെ എല്ലാ ആളുകളുടെയും ഒരു മുന്നിലിരിക്കുന്ന ഡിവൈസ്, ആ ഡിവൈസിലാണ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. ഇപ്പോ ഒരാളുടെ നമ്പർ നമ്മളോട് ചോദിച്ചാല് നമുക്ക് പണ്ടായിരുന്നെങ്കിൽ ഒരു 10 വർഷം മുൻപാണ് അല്ലെങ്കിൽ ഒരു 15 വർഷം മുൻപാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുമുട്ടി കഴിഞ്ഞാല് നമ്പറോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ എന്തോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമായിരുന്നു. ഒരു പരിധി വരെയൊക്കെ നമുക്ക് നമ്പേഴ്സ് ഓർത്തെടുത്ത് പറയാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കത് സാധിക്കാൻ വളരെ കുറവായിരിക്കും സാധിക്കുന്ന ആളുകൾ. അത്രയും എന്തെങ്കിലും പ്രത്യേകമായൊരു ഇന്റൻഷനോട് കൂടിയുള്ള ആളുകൾക്ക് മാത്രമേ അത് അങ്ങനെ വേണം, പർപ്പസ്ഫുള്ളി എന്തെങ്കിലും ചിന്തിക്കുന്നവർക്കല്ലാതെ ബാക്കി ഒരുവിധം ആളുകളൊന്നും കണ്ടിട്ടില്ല. നമ്പർ മൊബൈൽ എടുക്കുന്നു, ആ പേരെടുക്കുന്നു, അവൾക്ക് ആരാണോ ചോദിച്ചത് അവർക്ക് നമ്മൾ സെൻഡ് ചെയ്തു. അതുപോലെ എല്ലാം ഈസി ഓഫ് യൂസ് എന്നുള്ളതിനെ പോലെ തന്നെ നമ്മുടെ എല്ലാ ഡാറ്റകളും നമ്മുടെ ഡിവൈസിൽ ഒരു ഇമെയിൽ അല്ലെങ്കിൽ ഒരു ഡ്രൈവ് നമ്മൾ സ്വന്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡാറ്റകൾ എന്താണ് എല്ലാം കളക്ട് ചെയ്ത് ഒരു കുടക്കീഴിന്റെ അണ്ടറിൽ നമ്മളിങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഡാറ്റകളെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നതെല്ലാം സൂക്ഷിച്ച് പ്രൊട്ടക്ട് ചെയ്ത് വെക്കണ്ടോ എന്നുള്ളിടത്ത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. ഈ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുന്നിടത്താണ് നമ്മുടെ സൈബർ സെക്യൂരിറ്റിയും നഷ്ടപ്പെടുന്നത്. അപ്പൊ ഈ പ്രൈവസി എങ്ങനെയാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക? ഏത് രീതിയിലാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക? അത് ഉറപ്പിക്കുമ്പോഴല്ലേ നമ്മൾ ശരിക്കും നേരത്തെ ഞാൻ ഉദാഹരണം പറഞ്ഞതുപോലെ ഈ ഒരു ഡ്യൂപ്ലിക്കേസി ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു ഫയർവാൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഈ സെക്യൂരിറ്റി കിട്ടുന്നത്. ഇതില്ലാതെ പോകുന്നത് തന്നെയാണ് ഇന്നത്തെ ജനറേഷനിൽ, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന സൈബർ ബുള്ളിങ്ങും സൈബർ ഇൻസെക്യൂരിറ്റീസും അല്ലെങ്കിൽ സൈബർ ബ്രീച്ചസ് അല്ലെങ്കിൽ എന്താ പറയുക പല പല പേരുകളിൽ പറയുന്ന ആ ഒരു വ്യക്തമായ കാര്യം. ഇനി സൈബർ ബുള്ളിങ് എന്താണെന്ന് നോക്കാം. സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു സൈറ്റ് യൂസ് ചെയ്യാണ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഒരുപാട് ഉണ്ടല്ലേ, നമ്മൾ സ്നാപ്ചാറ്റ്, പലതാണ്, പലർക്കും കേൾക്കാത്തതും ഒക്കെ ഉണ്ടായിരിക്കും. ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലായിരിക്കും സൈബർ ലോകത്തൂടെ നടക്കുന്നത്. ഇവിടെയെല്ലാം നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള മാൽ പ്രാക്ടീസസ് നടക്കുന്നുണ്ട്. ഇതിനെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് പറയാവുന്ന ഒരു ഏരിയയാണ് സൈബർ സൈക്കോളജി. എങ്ങനെയാണ് സൈബർ സൈക്കോളജിയുമായി ബന്ധപ്പെടുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും പല ക്ലാസ്സുകളിലൂടെയും ഹാപ്പിനെസ് ഹോർമോൺസ് എന്ന് പറയുന്ന ഹോർമോൺസ് ഉണ്ട്. D4 ഡോപ്പമിൻ, O4 ഓക്സിറ്റോസിൻ, S4 സെറാട്ടോണിൻ ആൻഡ് E4 എൻഡോഫിൻ. ഈ ഹോർമോൺസ് എല്ലാം നല്ല നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന, നമ്മളുടെ ലൈഫിൽ ഒരുപാട് ഗുണങ്ങൾ വരുത്തുന്ന ഒരു ഹോർമോൺസ് ആണ്. എന്നാൽ ഈ ഹോർമോൺസിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഈ ഹോർമോണ് അതിൻ്റെ വേറൊരു വേർഷൻ എന്താന്ന് വെച്ചാൽ അതൊരു അഡിക്ഷനും കൂടി തരുന്നൊരു ഹോർമോണാണ്. അതായത് ഇപ്പോൾ മദ്യപാനം അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ, സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ള ആളുകൾ, അപ്പൊ അവർക്ക് ആ ഒരു മദ്യപിക്കുന്നതിലൂടെ അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അവരത് ആസ്വദിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ ഡോപ്പമിൻ അവിടെ ജനറേറ്റ് ചെയ്തപ്പെട്ട് ഈ ഡോപ്പമിൻ ഒരു ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് വേണം എന്നുള്ളൊരു ത്വരിതപ്പെടുത്തുന്ന ഒരു രീതി നമ്മുടെ ബ്രെയിനിലേക്ക് കിട്ടുമ്പോൾ ഇത് നെഗറ്റീവായിട്ട് മാറുകയാണ്.
നമ്മളുടെ ഓൺലൈൻ ഗെയിംസ് ഇല്ലേ, നമുക്ക് കുട്ടികളൊക്കെ കളിക്കുന്ന ഓൺലൈൻ ഗെയിംസ്, നമ്മളും കാൻഡി ക്രഷ് പോലുള്ള സിമ്പിൾ സിമ്പിൾ ഗെയിംസ് ഒക്കെ നമ്മൾ തെരഞ്ഞു നോക്കുന്നവരുണ്ടാവും അല്ലെ. നമ്മുടെ മക്കളൊക്കെ ഓൺലൈൻ ഗെയിംസ് ഒരുപാട് കളിക്കുന്നവരുണ്ടാവും. അവരുടെ ഫ്രീ ടൈം അവർക്ക് ഇന്നത്തെ ജനറേഷന് ഏറ്റവും കൂടുതൽ ഒരു ഡേയില് ഉപയോഗിക്കുന്ന ഒരു വാക്കായിരിക്കും ബോറടിക്കുന്നു വെച്ചി, അല്ലെങ്കിൽ ബോറടിക്കുന്നു എന്ന് പറയുന്നത്. നിങ്ങളുടെ മക്കളൊക്കെ അങ്ങനെ പറയാറുണ്ടോ? അവര് പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് മൊബൈലിലേക്ക് പോകുന്നതിന്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് ബോറടിക്കുന്നു, ഞങ്ങൾ വേറെ എന്ത് ചെയ്യാനാ, ബോറടിക്കുന്നു ഞങ്ങൾക്ക് എന്നാ പറയാം. അപ്പൊ ഈ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഇത്ര നേരം പഠിച്ച് മോള് ഇത്ര നേരം കഷ്ടപ്പെട്ട് പഠിക്കുക എഴുതൊക്കെ ചെയ്തതല്ലേ, കുറച്ചു നേരം ഒന്ന് എൻജോയ്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തിരി നേരം ഒന്ന് എന്റർടൈൻ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ ബോറടി മാറ്റാനുള്ള വെപ്പൺ അല്ലെ മൊബൈൽ കൊടുക്കും. ഇത് ഒരു ദിവസം കൊടുത്തുകൊണ്ട് തീർന്നില്ല, പിന്നെ അത് മാസങ്ങളായി വർഷങ്ങളായി അത് അവരുടെ ലൈഫിന്റെ ഭാഗമായി അഡിക്ഷനായി മാറി. ഈ അഡിക്ഷൻ എവിടുന്നാ വരുന്നത്? ഈ ഡോപ്പമിന് കൂടുതലായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാണ്. ഇവർക്കിത് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് ഗെയിംസിൽ നിന്നൊന്നും മാറി നിൽക്കാൻ പറ്റുന്നില്ല, മൊബൈലിന്റെ യൂസേജ് ഇല്ലാണ്ട് പറ്റുന്നില്ല എന്നുള്ളൊരു ഇതിലേക്ക് മാറി വരികയാണ്. അപ്പൊ ഈ ഗെയിംസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ എന്താ ചെയ്യുന്നുണ്ടാവുക? ഇവരിലേക്ക് എത്തുന്നുണ്ടല്ലോ, ഈ ഒരു തോട്ട്സും ഫീലിങ്സ് ഒക്കെ ഇവരുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ടല്ലോ ഈ മക്കളുടെ അടുത്തേക്ക്. ഇതവർ ഉപയോഗിക്കണം, എനിക്ക് വീണ്ടും വീണ്ടും കളിക്കണം 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 എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ടല്ലോ. ഈ തോന്നൽ ഉണ്ടാക്കി തന്നെയാണ് ഈ ഗെയിം ഉണ്ടാക്കുന്ന ആൾക്കാരും ചെയ്യുന്നത്. അപ്പൊ ഈ അവിടെ ഒരു സൈക്കോളജി വർക്ക്ഔട്ട് ചെയ്യല്ലേ അവരവിടെ. അപ്പൊ ഈ സൈബർ സൈക്കോളജിക്ക് നമ്മളുടെ ഫീലിങ്സിനെ, നമ്മളുടെ തോട്ട്സിനെ, നമ്മളുടെ ആക്ഷൻസിനെ എല്ലാം എഫക്ട് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. അപ്പൊ അത് നല്ല രീതിക്ക് നമുക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു രീതി നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കണം. അതെങ്ങനെയാ കണ്ടുപിടിച്ചു കൊടുക്കുക? ബ്രെയിൻ ജിം പോലുള്ള കാര്യങ്ങള്, അല്ലെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ നമ്മൾ സംസാരിക്കുക, മക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അവരുടെ ഫ്രീ ടൈം കിട്ടുമ്പോൾ അവരെ ചേർത്തിരുത്തി സംസാരിക്കുക, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുടെ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക. സ്കൂളിൽ എന്തൊക്കെ സംഭവിച്ചു, വീട്ടിൽ എന്താണ്, അവർ എങ്ങനെയാണ് അവരുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നമ്മളെല്ലാം കൊടുക്കുന്നുണ്ടായിരിക്കും. ആസ് എ പാരന്റ് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പഠനം നൽകാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം പ്രോപ്പറായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർ യൂസ് ചെയ്യുന്നുണ്ടോ, പ്രോപ്പറായ രീതിയിലാണോ അവർ യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കണം. അപ്പോൾ അവിടെ എന്തായി, വെറും ഒരു പാരന്റിങ് അല്ലാണ്ട് ഇൻവോൾവിങ് പാരന്റ്. ഈ ഇൻവോൾവിങ് പാരന്റിനുള്ള സമയം നമുക്ക് നല്ലൊരു ടൈമിൽ ഈ മക്കൾ വെറുതെ ഇരിക്കുന്ന ഈ ഒരു ടൈമിൽ, അവർ ഈ ബോറടിക്കുന്നു എന്ന് പറയുന്ന ഈ ടൈമിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പൊ ഈ സൈബർ സൈക്കോളജി പറയുമ്പോൾ ഈ ഡോപ്പമീൻ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ട്രെസ് ഹോർമോൺസ്, ഈ സ്ട്രെസ്സിനൊക്കെ ഇല്ലാതാക്കാനാണല്ലോ ഇവർ ബോറടിക്കുന്ന പറഞ്ഞാൽ എന്താ, സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടെങ്കിലാണല്ലോ പറയുക. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഗെയിമുകളിലേക്ക് കടത്തിവിടുന്നതിന് പകരം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്ന ചെസ് കളിപ്പിക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാത്തമാറ്റിക്കലി ഉള്ള ഗെയിംസ് കളിപ്പിക്കാം. വെറുതെ കുറച്ച് ഈർക്കിളി വെട്ടിയിട്ട് 100 കോല് കളിച്ചാലും കുഴപ്പമില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ 100 കോല് എന്ന് പറയാം, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് അറിയില്ല. കുറെ ഈർക്കിളികളൊക്കെ കെട്ടി വെച്ച് അതിങ്ങനെ എനക്കാതെ കളിക്കുന്ന ഒരു കളിയാണ്. അത് മക്കളുടെ കോൺസെൻട്രേഷൻ ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു ഗെയിമാണത്. അതുപോലുള്ള ഗെയിമിലേക്ക്, ഫിസിക്കലി ഉള്ള ഗെയിമിലേക്ക് നമ്മൾ വഴിതിരിച്ചു വിട്ട് ഇതുപോലുള്ള സൈബർ ഇടങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ സൈബർ സെക്യൂരിറ്റിയിൽ കണ്ടുവരുന്ന, ഇന്ന് നിങ്ങൾ പലരും പരക്കെ കേൾക്കുന്ന ഒരു കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ റീസെന്റ് നമ്മുടെ ന്യൂസുകളൊക്കെ കേട്ടൊരു കാര്യമാണ് വെർച്വൽ അറസ്റ്റ്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് വെർച്വൽ അറസ്റ്റിനെ പറ്റി? എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? ചന്ദ്രൻ സാറിന് എന്തോ പറയാനുണ്ട് അല്ലേ സർ വെർച്വൽ അറസ്റ്റിനെ പറ്റി? If you are okay to open the mic, please share your anything about virtual arrest. എന്തെങ്കിലും പറയാമോ ചന്ദ്രൻ സർ? ടീച്ചറെ, അതൊരു സൈബർ തട്ടിപ്പ് രീതിയല്ലേ? അതെ അതെ, ഒരു അതില് ന്യൂ നമ്മള് അറസ്റ്റ് ചെയ്തു, നമ്മൾ അനങ്ങാൻ പാടില്ല എന്ന് പറയുന്നു, നമ്മുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നു, നമ്മുടെ അക്കൗണ്ട് കംപ്ലീറ്റ് അടിച്ചു കൊണ്ടു. സാറിന് അങ്ങനെ വല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ബാബസ്? ഇല്ല, നമ്മളതിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ആരും വിളിക്കാറില്ല. ആയിക്കോട്ടെ, നന്നായിരിക്കട്ടെ. അപ്പൊ ക്യാഷ് ഇല്ലാത്തത് ഗുണമാണ്. ഓക്കെ,
ഇത് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. നമുക്ക് ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും ഇന്ന് പുറത്ത് മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യാൻ മുന്നോട്ട് വന്ന് ധൈര്യപൂർവ്വം വന്നവർ കൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കാൻ നിന്നത്, ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. മുൻപും ഒരുപാട് തട്ടിപ്പുകൾ ഉണ്ടെങ്കിലും സ്കാമുകൾ ഉണ്ടെങ്കിലും പലരും അത് പറയാത്തത് കൊണ്ട് നമ്മൾ ആരും പണ്ട് കാലങ്ങളിലും കുറച്ച് മുന്നുള്ള കാലങ്ങളിൽ നമ്മൾ അത് അറിയുന്നില്ല. ഇന്ന് പലരും ധൈര്യപൂർവ്വം പുറത്ത് പറയുന്നു. ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും അത് നമ്മൾ മൂടി വെക്കരുത്. നമ്മളെന്നല്ല, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മൾ ഫേസ് ചെയ്താലും നമ്മൾ അവരെ അവെയർ ചെയ്യാം. ഒരിക്കലും അത് നാണക്കേട് വിചാരിച്ചിട്ടോ മാനക്കേട് വിചാരിച്ചിട്ടോ വേറെ എന്തിന്റെ പ്രശ്നത്തിലാണെങ്കിലും അത് മൂടി വെക്കരുത് എന്നുള്ള ഒരു അവയർനെസ് അവർക്ക് കൊടുക്കണം. ഇന്ന് നമുക്ക് കണ്ടിരിക്കുന്ന ഈ ഡിജിറ്റൽ അറസ്റ്റിന്റെ പല മുഖങ്ങളുണ്ട്, പല തരത്തിലുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറയാം. ഫിഷിംഗ് അവയർനെസ് എന്ന് പറയും. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ബാബ സാർ പറഞ്ഞ പോലെ ഈ തട്ടിപ്പ്, ഓൺലൈൻ തട്ടിപ്പിന്റെ പല മുഖങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇമെയിൽ ഫിഷിംഗ് ഉണ്ട്, സ്പിയർ ഫിഷിംഗ് ഉണ്ട്, സ്മിഷിംഗ് ആൻഡ് വിഷിംഗ് ഉണ്ട്, ആംഗ്ലർ ഫിഷിംഗ് ഉണ്ട്. ഇതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളത് ഇത്രയും ടൈപ്സ് ആണ്. ഓരോന്നും ചെറുതായി സമയപരിമിതി മൂലം ഞാൻ അധികം പറയുന്നില്ല, എന്നാലും ചെറിയൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയാം. ഇമെയിൽ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് മെയിൽ വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടുന്നത് ഞാൻ പറയാം. മിന്ത്ര പോലുള്ള ഇ-കൊമേഴ്സ് സൈറ്റുകളുണ്ട്. ഇത് mintra.com എന്നതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി. പക്ഷെ അതിൽ അത് ആ പേരിന്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു സിമിലാരിറ്റി വെച്ച് മാറ്റിക്കൊണ്ട്, ഇപ്പോ MYNTRA എന്നുള്ളത് MINTRA എന്ന് പറഞ്ഞാൽ അത് മിന്ത്ര എന്നാണ് വായിക്കുക. അതുപോലെ ചെറിയ സിമിലാരിറ്റി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള തരത്തില് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് സൈറ്റുകളിൽ നിന്നും ഇമെയിലുകൾ വരും. ഈ ഇമെയിലുകൾക്ക് പുറകില് ഒരു ഉദ്ദേശമുണ്ട്, ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വെപ്പണാണ്. ഈ സൈബർ ലോകത്തെ വെപ്പണാണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്മാർട്ട് ഡിവൈസ്. ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമൻസ് ആണ്. ഈ ഹ്യൂമനിലേക്ക് അവരത് എത്തിക്കുന്നത് ഇതുപോലുള്ള നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഹോർമോൺസിനെ ജനറേറ്റ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം, ആ ഒരു എന്താ പറയാ, ആ ഒരു ഇതാണ് ഫേസ് ആണ് അവർ ആദ്യം വെക്കുന്നത്. അതിൽ നിന്നും നമുക്കിങ്ങനെ ഇത് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പലർക്കും അത് തുറന്നു നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേട് ഉണ്ടാവും. അപ്പൊ ഈ സമാധാനക്കേടാണ് അവരുടെ ആയുധം. അവരതിനെയാണ് മുതലെടുക്കുന്നത്, മിസ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ അതുപോലുള്ള ഇമെയിലുകൾ വഴി നടത്തുന്ന ഫിഷിംഗ് ആണ് ഇമെയിൽ ഫിഷിംഗ്. ഇനി സ്പിയർ ഫിഷിംഗ്, ഇവിടെ നമ്മൾ ഫേക്ക് ഡൊമൈൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. നമുക്കത് അത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല, എന്നാലോ മനസ്സിലാക്കി നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വല്ല റിപ്ലൈ ബട്ടണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൻസർ കീ ഉണ്ടായിരിക്കും, അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സിസ്റ്റത്തിൽ ഉടനെ തന്നെ വിത്തിൻ സെക്കൻഡ്സ്, മൈക്രോ സെക്കൻഡ്സ് മാൽവെയർ ആക്ടിവിറ്റീസ് നടത്താനുള്ള ഒരു ഇത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയാണ്, സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയാണ് അവിടെ. രണ്ടാമത്തെ ഒരു ടൈപ്പാണ് സ്പിയർ ഫിഷിംഗ്. സ്പിയർ ഫിഷിംഗ് എന്ന് പറയുന്നത് ഒരു സെർട്ടൻ ഗ്രൂപ്പ് ഓഫ് ആളുകളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്നൊരു ഫിഷിംഗ് ആണ്. അവിടെ നമ്മൾ ചിലപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഒരു പഞ്ചായത്ത് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഈ കൊടുത്ത ഡീറ്റെയിൽസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന ഫിഷിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് നിങ്ങളുടെ പേര് ഇതല്ലേ, നിങ്ങളുടെ ഫോൺ നമ്പർ ഇതല്ലേ, നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾ ഇത്രയല്ലേ എന്നൊക്കെ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും. അപ്പൊ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ എന്താവും, നമ്മളൊരു കൈൻഡ് ഓഫ് ട്രസ്റ്റ്നെസ് നമുക്ക് അവിടെ വരും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും മറുപടികളൊക്കെ കൊടുക്കും. ഈ മറുപടികൾക്കിടയിലൂടെ പെട്ടെന്ന് തന്നെ അവർക്ക് ആവശ്യമുള്ള അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ എന്താണ് അവർക്ക് ആവശ്യമുള്ള വെച്ചാൽ അത് ചോദിച്ചറിയുകയും ചെയ്യും. നമ്മൾ അതിൽ വീഴും ചെയ്യും, അത് നമ്മൾ പെട്ടുപോകും. പിന്നെ ഇതിലൂടെ ലാസ്റ്റ് അവർ എത്തിച്ചേരുക ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വികൃതമായ ആക്ടിവിറ്റീസ്. ഇപ്പോൾ നമ്മളുടെ നാട്ടിലൊക്കെ കുറച്ചു മുന്നേ ഇപ്പോഴും ഒക്കെ നടന്നുനോക്കുന്ന ഒന്നാണ് കുട്ടികളുടെ ഇടയിലുള്ള ഗെയിമിലുള്ളതാണ് മറ്റ് ആത്മഹത്യാ പ്രവണത വളർത്തുന്ന തരത്തിലുള്ള ഗെയിമുകൾ. ഓക്കെ, അതൊക്കെ ഇതിന്റെ ഭാഗം, ഈ ഒരു സ്പിയർ ഫിഷിങ്ങിന്റെ ഭാഗമാണ്.
പിന്നെ ഒന്നുള്ളതാണ് സ്മിഷിങ് ആൻഡ് വിഷിങ്. സ്മിഷിങ് എന്ന് പറയുന്നത് ഫോണിൽ മെസ്സേജുകൾ വഴി, അതായത് SMS വഴി നമ്മൾ ഡയറക്റ്റ് നമ്മുടെ നമ്പർ ട്രാക്ക് ചെയ്ത് ട്രേസ് ചെയ്ത് അതിൽ SMS വഴി നമുക്ക് വരുന്ന സൈബർ പ്രോബ്ലംസിനെയാണ് നമ്മൾ ഇത് പറയാ സ്മിഷിങ് എന്ന് പറയാം. അതില് നമ്മളുടെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ വരും. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ചിന്തിക്കും എന്തെന്ന്, എന്തോ കാര്യമായിട്ടുള്ള എന്തോ സംഭവമാണ് എന്ന് വിചാരിക്കും. അപ്പോഴത്തെ ആ ഒരു നിമിഷത്തെ തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ അപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥ കൊണ്ടോ നമ്മൾ റിപ്ലൈ ചെയ്യും. വീണ്ടും മാൽവെയർ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ തള്ളപ്പെടും. അതുപോലെ അതിന്റെ കൂടെ തന്നെ വരുന്ന ഒന്നാണ് വിഷിങ് എന്ന് പറയുന്നത്. വിഷിങ്ങിൽ പക്ഷെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. അവിടെ എങ്ങനെയാ സംഭവിക്കുക എന്ന് വെച്ചാല് നമ്മുടെ ഒരു ഫോണിലൂടെ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ SMS സംഭവങ്ങളൊന്നും ഇല്ലാതെ ഡയറക്റ്റ് കോൾ വഴിയായിരിക്കും വിഷിങ് നടത്തുക. ഇങ്ങോട്ട് വിളിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ടിരുന്നു, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ അവിടുത്തെ എഡിറ്ററിനെ വിളിച്ചിട്ട് നിങ്ങളുടെ മകൻ ഇവിടെ പഠിക്കുകയാണ്, അവനൊരു എന്താ പറയാ ഡ്രഗ് മാഫിയ കേസുമായി ബന്ധപ്പെട്ട് കേസിലാണ്, ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ വിളിക്കുന്നത് ക്രൈം ബ്രാഞ്ചിൽ നിന്നോ അങ്ങനെ എന്തോ എന്നെ ക്രൈം ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് വിളിക്കുന്ന അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ വിശ്വസിപ്പിക്കാവുന്ന രീതിയിൽ ഐഡന്റിറ്റി പോലും എടുത്തിട്ട് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ഒരു പോയിന്റിൽ നമ്മൾ അവിടെ വിശ്വസിക്കപ്പെടുകയാണ്. അതാണ് നമ്മൾ ചൂഷണം ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ പെട്ടുപോകാനുള്ള കാരണം. അത് തന്നെയാണ്. ഇത് അറിഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഈ ക്രിമിനൽസ്, അതായത് ഈ ഹാക്കേഴ്സ് അല്ലെങ്കിൽ ഈ സ്കാമേഴ്സ് ചെയ്യുന്ന കാര്യത്തിന്റെ അവരുടെ ഇന്റൻഷൻ ഇത് തന്നെയാണ്. ഈ ആങ്സൈറ്റി വളർത്തുക, നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് ഇട്ട് തരിക, നമ്മുടെ ഉള്ളിൽ ആങ്സൈറ്റി ഇട്ട് തരിക, നമ്മുടെ ഉള്ളിൽ ഭയം ഇട്ട് തരിക എന്നുള്ളതാണ്. ആ ഭയത്തിൽ നമ്മൾ പിന്നെ ചുറ്റുമുള്ളതൊന്നും എന്താവുന്നില്ല, ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് നമുക്ക് തരുന്നില്ല, അതിനുള്ള ടൈം നമുക്ക് തരുന്നില്ല. പെട്ടെന്ന് അവർ കാര്യങ്ങൾ നീക്കാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാവും. ആ കഴിവിൽ നമ്മൾ പെട്ടുപോവാണ്. ഇന്ന് കൂടുതലായിട്ടും നേരത്തെ ചോദിച്ചതുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ആംഗ്ലർ ഫിഷിംഗ്. ആംഗ്ലർ ഫിഷിംഗ് ഇപ്പോ കൂടുതലായി ആംഗ്ലർ ഫിഷിംഗ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയും അതോടൊപ്പം പല റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ വഴി, ഇപ്പോ NI വഴി, അതുപോലെ ബാങ്ക് വഴി, ക്രെഡിറ്റ് കാർഡ് വഴി, അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രൊഫൈൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇതുപോലുള്ള പീപ്പിൾസിന്റെ ഫോട്ടോസും റാങ്കോട് കൂടിയിട്ടുള്ള യൂണിഫോം ഒക്കെ ഇട്ട ഫോട്ടോസ് ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് അവിടെ വിശ്വസിക്കപ്പെടുകയാണ്, അത് നമ്മൾ അതിൽ ചതിയിൽ പെട്ടുപോവുകയാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു കാരണങ്ങൾ എന്താന്നുള്ളത് മനസ്സിലാക്കി ഇതിന്റെ ഈ ഒരു ലെവലിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അതിന്റെ നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, ഇതിലേക്ക് ഈ ഒരു ആങ്സൈറ്റിലേക്ക് വന്നു ചേരുക എന്നുള്ളതിന് മുൻപ് തന്നെ നമ്മൾ അതിൽ നിന്നും മാറി നിൽക്കാനുള്ള ആക്ഷൻസ് സ്വീകരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഫിഷിങ്ങുകളും അല്ലെങ്കിൽ ബുള്ളിങ്ങുകളും നമ്മൾ മാറ്റി നിർത്താൻ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ അവയർനെസ് ആണ് ഏറ്റവും ആവശ്യം. ഇന്നതൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയുന്നതോടൊപ്പം ഇതൊക്കെ എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം എന്നുള്ള ഒരു തിരിച്ചറിവും കൂടിയിട്ടാണ് വേണ്ടത്. നമ്മൾ സ്ട്രോങ് പാസ്വേഡ്സ് യൂസ് ചെയ്യുക അതിന് വേണ്ടിയിട്ട്. ഇപ്പോ ഷെയർ ചെയ്യാതിരിക്കുക. എത്ര അടുത്ത ആളുകളാണെങ്കിലും എത്ര ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു പരിധിക്കപ്പുറം നമ്മളുടെ ഡീറ്റെയിൽസും ഐഡന്റിറ്റിയും ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുക. അത് നമ്മുടെ തന്നെ സേഫ്റ്റിക്കാണ്. നമ്മളെപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ടല്ലേ, സെൽഫ് അവയർനെസ് വേണം, സെൽഫ് ലവ് വേണം, സെൽഫ് കെയർ വേണം, എല്ലാം വേണം. പക്ഷെ സെൽഫ് കൺട്രോളും വേണം. എവിടെ? നമ്മുടെ സൈബർ ഇടത്തില് സെൽഫ് കൺട്രോൾ വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ആന്റിവൈറസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്ഡേറ്റഡ് AI ലോകാണിത്. AI വെച്ചിട്ട് എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചുറ്റും കണ്ണോടിച്ചാൽ കാണാൻ കഴിയും. നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസം വഴിയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് AI യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിനനുസരിച്ച രീതിയിൽ നമ്മളുടെ സിസ്റ്റം, നമ്മളുടെ ലൈഫ് തന്നെ നമ്മൾ സെക്യൂർ ചെയ്യാനുള്ള ആന്റിവൈറസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതോടൊപ്പം ഫിഷിങ്ങിനെ കുറിച്ച് അവെയർ ആവുക.
അതോട് പിന്നെ ഒരു പരക്കെ കാണുന്ന ഒരു സംഭവമാണ്, എവിടെ പോയാലും പബ്ലിക്കിൽ പോയാൽ, ഇപ്പോ ലുലു മാളിലൊക്കെ പോയാൽ ലുലു മാളിലെ വൈഫൈ നമ്മൾ യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഏത് പബ്ലിക് പ്ലേസ് ആയാലും ഒരു ഇറസ്പോൺസിബിൾ ആയിട്ട് അത്രയും ചിന്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ്, പബ്ലിക് വൈഫൈകൾ നമ്മൾ യൂസ് ചെയ്യാണ്. ഇത്തരത്തിലുള്ള പബ്ലിക് വൈഫൈകൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള സ്കാമേഴ്സിന് വളരെ ഈസി ആയിട്ട് നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പബ്ലിക് വൈഫൈകൾ നമ്മൾ കഴിയുന്നതും പറഞ്ഞാൽ മാക്സിമം 0% ലെവലിലേക്ക് തന്നെ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. സെക്യൂർ ആയിട്ടുള്ള വൈഫൈ മാത്രം നമ്മൾ ഉപയോഗിക്കുക. ഇന്നിപ്പോൾ അതിനൊന്നും നമുക്കൊരു വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു കാലമാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, അൾട്രാ മാക്സിമം നമ്മൾ സെക്യൂർ ആയിട്ടുള്ള പാസ്വേഡ്സും കാര്യങ്ങളും യൂസ് ചെയ്ത് വൈഫൈ സെക്യൂരിറ്റീസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ മക്കളിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, കാരണം ഡെയിലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളും ഇത്തരത്തിലുള്ള പ്രാക്ടീസ്, സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണല്ലേ. ഫേസ്ബുക്കിൽ നിന്നൊക്കെ അവർ എപ്പോഴോ ഇറങ്ങിപ്പോയി. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലാണ് ഫുള്ളും വിഹാരം. അപ്പോൾ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ കൺട്രോൾ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാസ്വേഡിന്റെ കാര്യം, ഫയർവാൾസിന്റെ കാര്യം, സെക്യൂർ ആയിട്ടുള്ള വൈഫൈ യൂസ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ പേഴ്സണൽ ഇൻഫോർമേഷൻസ്, നമ്മുടെ ബർത്ത്ഡേ, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ എന്താ പറയാ, ചിലപ്പോ ഒരു OTP അല്ലെങ്കിൽ ഒതന്റിക്കേഷന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ പാസ്വേഡ്സ് ചോദിച്ചു വരും സൈറ്റുകളിൽ. പെട്ടെന്ന് അത് ശ്രദ്ധിക്കില്ല കുട്ടികൾ. കാരണം കുട്ടികൾക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാല് അറ്റൻഷൻ വളരെ കുറവാണല്ലോ. അവരുടെ സ്പാൻ ഓഫ് ടൈം അറ്റൻഷൻ വളരെ കുറവല്ലേ. അപ്പൊ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാന്നുള്ള ഒരു പോയിന്റ് ആണ് ഈ സ്കാമേഴ്സ് മുതലെടുക്കുന്നത്. അപ്പൊ അവര് ഇതൊക്കെ ചോദിക്കുമ്പോൾ കൂട്ടത്തിൽ ഇങ്ങനെ ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു വന്നിട്ട് ഇതിന്റെ ഇടയിൽ അവർക്ക് ആവശ്യമുള്ളതും കൂടി മേടിച്ചെടുക്കും. അപ്പൊ ഈ പാസ്വേഡ്സ്, പെറ്റ് നെയിംസ് അല്ലെങ്കിൽ ബർത്ത്ഡേ, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് ഈ പാസ്വേഡ്സ് വരിക എന്നുണ്ടെങ്കിൽ അവരത് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, മാൽവെയേഴ്സ് അവര് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മൾ മക്കളിലേക്ക് കൊടുക്കേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ ഫിഷ് നമ്മുടെ ഒരു ഡിവൈസിലേക്ക്, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിലേക്ക് എങ്ങനെയാണ് ഒരു നേരത്തെ സൂചിപ്പിച്ച ഫിഷിംഗ് അല്ലെങ്കിൽ സൈബർ ബുള്ളി അല്ലെങ്കിൽ ഒരു എന്താ പറയാ സൈബർ അറ്റാക്ക് നമ്മുടെ ഡിവൈസിൽ ഉണ്ട് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ, ഡിറ്റക്ട് ചെയ്യാനുള്ള ചില സയൻസ് ഉണ്ട്. ചില കാര്യം നമുക്ക് കണ്ടാൽ ഒരു സസ്പീഷ്യസ് ആയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ തോന്നും. അത് ഏതൊക്കെയാന്ന് വെച്ചാല്, ഒരു ഈ അയക്കുന്ന സ്കാമേഴ്സ് അയക്കുന്ന മെസ്സേജോ ഇമെയിലോ അല്ലെങ്കിൽ ഫോൺ കോളോ എല്ലാം എന്തായിരിക്കും, അതിന്റെ ഒരു ബാക്ക് ഓഫില് ഒരു അർജൻസി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ത്രെട്ട് ഉണ്ടായിരിക്കും. ഒന്ന് പേടിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു അർജന്റ് ആയിട്ട് ഉള്ള ഒരു കാര്യം എന്നുള്ള രീതിയിൽ ഉണ്ടായിരിക്കും. രണ്ടാമത് അവരുടെ മെസ്സേജിങ് സ്റ്റൈല് ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്രേസസ് ഒന്നും കറക്റ്റ് ആയിരിക്കില്ല. ഇപ്പോ ഓഫ് കോഴ്സ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്തെ ആളുകളുടെ അവരുടെ ഒരു വർക്കിംഗ് ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അവരുടെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിറ്റി അവരുടെ കമ്മ്യൂണിക്കേഷനിലും ഉണ്ടായിരിക്കും. അത് സംസാരത്തിലാണെങ്കിലും എഴുത്തുകളിലാണെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, ഇത് മെസ്സേജ് വരുമ്പോൾ അതിൽ മിസ്റ്റേക്സുകൾ ഉണ്ടോ, ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സോ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കുക, അതൊരു സ്കാം ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ അൺയൂഷ്വൽ ആയിട്ട് അല്ലെങ്കിൽ റിക്വസ്റ്റുകൾ വരും. അതായത് ഒരു സൈറ്റിൽ നിന്ന് ഒരു ദിവസം തന്നെ പല തവണകളായിട്ട് റിക്വസ്റ്റുകൾ വരിക. ഇപ്പോ ബ്ലാക്ക് ഫ്രൈഡേ, വൈറ്റ് ഫ്രൈഡേ, ക്രിസ്മസ് ഓഫേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മെയിലുകൾ നിറയും. ആ മെയിലുകളിൽ 10 ഒരെണ്ണം വന്നാൽ മതി. ആ ഒരെണ്ണം വരണമെന്നപ്പം ചിലപ്പോൾ മനസ്സിലാക്കില്ല. ഓക്കെ, അപ്പൊ അതും സ്കാം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഈ ഒരു ടെക്നിക്കാണ് എന്ത്, അൺയൂഷ്വൽ ആയിട്ടുള്ള റിക്വസ്റ്റുകൾ വരിക എന്നുള്ളത്. പിന്നെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള വെബ് അഡ്രസ്സുകളായിരിക്കും. അതായത് ചിലപ്പോൾ ഡൊമൈൻ നെയിം കറക്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരേ ഡൊമൈൻ നെയിം തന്നെ സ്പെല്ലിംഗ് മാറി വരും.
ഇപ്പോൾ axisbank.com എന്നുള്ളത് axis-bank.com അല്ലെങ്കിൽ axis.com അങ്ങനെയൊക്കെ വരും. നമ്മൾ ഒറ്റയടിക്ക് കാണുമ്പോൾ ഇതെല്ലാം ഒന്നിൽ തന്നെയാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മുടെ കണ്ണിനെ അങ്ങനെ തോന്നിപ്പിക്കും. പക്ഷെ ഇതെന്തായിരിക്കും അങ്ങനെ വരുന്നത്? എന്താ പറയാ, ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള വെബ് അഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു സ്കാമിന്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുക. അവരയക്കുന്ന ലിങ്കുകളിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ നോർമലി കണ്ടുവരുന്ന ലിങ്കുകളോ അല്ലെങ്കിൽ വെബ്സൈറ്റ് അഡ്രസ്സുകളോ ആയിരിക്കില്ല. ഓക്കെ, ഇനി നമ്മളുടെ പബ്ലിക് വൈഫൈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമ്മൾ എവിടെ പോയപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ഡാറ്റ ഇല്ലെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഫാസ്റ്റ്ലി നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്യും, അവിടുത്തെ ഒരു പബ്ലിക് വൈഫൈയിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾ പബ്ലിക് വൈഫൈയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ സേഫ് ആയിരിക്കാൻ, ഒരു പരിധി വരെ സേഫ് ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ശ്രദ്ധകളുണ്ട്. ആ ശ്രദ്ധകളിൽ ഒന്നാണ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ലൈക്ക് നമ്മുടെ ഓൺലൈൻ ബാങ്കിങ്സ് അല്ലെങ്കിൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് നമ്മുടെ ക്രെഡിറ്റ് നമ്പേഴ്സ് ഒക്കെ, ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണമല്ലോ. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പബ്ലിക് വൈഫൈ യൂസ് ചെയ്ത് നമ്മൾ ഇത് ചെയ്യുന്നത് ഒഴിവാക്കുക. സെക്യൂർ ആയിട്ടുള്ള വൈഫൈ മാത്രം അതിനു വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്സിലേക്ക് നമ്മളുടെ ഡാറ്റകളെല്ലാം അവിടെ തന്നെയാണ്, അത് സെക്യൂർഡ് ആണ് എന്നുള്ളൊരു സ്വന്തമായൊരു ഉറപ്പ്. നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമ്മുടെ വീടിന്റെ വാതിലും ജനലും എല്ലാം അടച്ചു എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് രാത്രിയിലെ ഉറക്കം സുഖമാക്കാൻ സഹായിക്കും എന്നുള്ളത് പോലെ നമ്മുടെ സിസ്റ്റം നമ്മുടെ VPNൽ കറക്റ്റായിട്ട് എൻക്രിപ്റ്റഡ് ആണ്. നമ്മൾ ഇന്റർനെറ്റ് വഴിതെറ്റി പോയിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ സൈറ്റുകളൊന്നും എവിടെയും പോയിട്ടില്ല, നമ്മുടെ ഐഡന്റിറ്റി എവിടെയും ഇല്ല എന്നുള്ളൊരു ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ നമ്മുടെ സിസ്റ്റം ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഫയർ വാൾ നമ്മുടെ ഡിവൈസിൽ, അതൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആണ്. ഒരു ബൈക്ക് ഓടിക്കുന്ന ഒരു വ്യക്തി ഹെൽമെറ്റ് ധരിക്കുന്നത് പോലെ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ തന്നെയാണ് ഫയർ വാൾ എന്ന് പറയുന്നത്. നമ്മുടെ ഡിവൈസിന് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക. അപ്പോൾ മനസ്സിലാക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ, ഇതൊരു ജസ്റ്റ് ഒരു ടെക്നിക്കൽ ഇഷ്യൂ അല്ല, ടെക്നിക്കൽ ഇഷ്യൂ മാത്രമല്ല, ഇതൊരു പീപ്പിൾസിന്റെ ഇഷ്യൂ ആണ്. നമ്മൾ നമ്മുടെ കൺട്രോൾ കുറവ് കൊണ്ട്, നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളിടത്ത് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം കൂടിയിട്ടാണ്. ഇതിൽ ആന്റിവൈറസുകളും സോഫ്റ്റ്വെയറുകളൊക്കെ നിങ്ങൾ പലരും ചെയ്യുന്നതായിരിക്കും. പക്ഷെ അത് അപ്ഡേറ്റഡ് ആണോ എന്നുള്ളിടത്ത് ഒരു ശ്രദ്ധ കൊടുക്കണം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ AI ലോകമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ദിനം പ്രതി വരുന്നത് കൊണ്ട് അതിനെ ഇപ്പൊ ബ്രേക്ക് ചെയ്യാനുള്ള വഴികളും ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കി അതിന്റെ സെക്യൂരിറ്റി നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കൺക്ലൂഷനിൽ പറയാനുള്ളത്. നമ്മൾ എപ്പോഴും സേഫ് ആയിട്ടുള്ള ഹാബിറ്റ് നമ്മുടെ ലൈഫിൽ എല്ലായിടത്തും കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്നവരാണല്ലേ നമ്മുടെ മക്കള്. ഇപ്പോൾ ഞാനിവിടെ കൂടുതലും പരാമർശിച്ചത് ഇന്നത്തെ യൂത്തിന്റെ കാര്യമാണ്. കാരണം യൂത്ത്സ് എന്ന് പറയുന്നത് അവർ പല തരത്തിൽ വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് സൈബർ വേൾഡില്. ഈവൻ നമ്മളൊരു മുതിർന്ന വ്യക്തിയാണെങ്കിൽ നമുക്കൊരു തോട്ട് ഉണ്ടായിരിക്കും, കുറച്ചു നേരം കഴിഞ്ഞാൽ ഒരു സ്ക്രീൻ ടൈം ഒന്ന് കുറയ്ക്കട്ടെ. ഇപ്പൊ ഒരു ദിവസമോ 2 ദിവസമോ ഉള്ളതല്ല ഞാൻ പറയുന്നത്. ഗ്രാജുവലി നമുക്കൊരു ചിന്ത വരും, നമുക്കൊരു സ്ക്രീൻ ടൈം ഒന്ന് കുറക്കണം, അല്ലെങ്കിൽ ഒരു നോ സ്ക്രീൻ ടൈം ഡേ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു ദിവസം വെക്കണം എന്നുള്ളൊരു തോട്ട് വരും. പക്ഷെ ഇന്നത്തെ ജനറേഷനിലെ മക്കൾ എന്ന് പറഞ്ഞാല് അവർക്ക് അങ്ങനെ ഒരു തോട്ടിനുള്ളൊരു സ്പേസ് പോലും അവർക്കില്ല. അവരത് ആഗ്രഹിക്കുന്ന പോലും ഇല്ല. കാരണം അവർക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അത് നല്ലതോ ചീത്തയോ എന്നുള്ളതൊക്കെ വേറെ വശമാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണുള്ളത്, നിലവിൽ അവരങ്ങനെയുള്ളത്. ഇപ്പോൾ ഓൺലൈൻ സ്കൂളിംഗ്, ഓൺലൈൻ ഗെയിമിംഗ് എന്നുള്ളതൊക്കെ ചെറിയത് മാത്രമായി മാറിയിരിക്കുന്നു. ഇൻസ്റ്റഗ്രാം വഴി, പല സൈറ്റുകൾ വഴി, പല ഗെയിമുകൾ വഴിയൊക്കെ സ്വന്തമായി ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി വരെ നേടിയെടുക്കുന്ന കുട്ടികളുണ്ട്. എല്ലാത്തിനും നല്ല വശവും ചീത്ത വശവും ഉള്ളതുപോലെ അതിനുണ്ട് നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഒക്കെ. പക്ഷെ അവിടെയൊക്കെ അവർ സെക്യൂർഡ് ആണോ, അവര് ട്രസ്റ്റഡ് ആയിട്ടാണോ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ 2 വട്ടം ആലോചിക്കേണ്ടതുണ്ട്.
അവിടെയാണ് നമ്മുടെ ഈ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സൈക്കോളജി എന്നുള്ള ഒരു വിഷയത്തിന്റെ പ്രാധാന്യം ഉള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഡിജിറ്റലി നമ്മൾ അപ്ഗ്രേഡഡ് ആവണം, ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം. പക്ഷെ എന്തായിരിക്കണം, പ്രോആക്റ്റീവും കൂടി ആയിരിക്കണം എന്നും കൂടി പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ, വളരെ സന്തോഷം. ഷംസിന മാം സൈബർ അവയർനെസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇവിടെ സമാപിച്ചത്. ഇന്നത്തെ കാലത്ത് പലപ്പോഴും നമ്മൾ എന്താ പറയാ, നമുക്ക് നല്ല നമ്മൾ ടെക്നോളജിക്കലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേടിയ ആളുകളാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മൾ പോലും അറിയാതെ നമ്മളെ പെടുത്തിപ്പോവും അല്ലെ. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സൈബർ അവയർനെസ് നമുക്ക് എല്ലാവർക്കും, എല്ലാ ജനറേഷനിലുള്ള ആളുകൾക്കും വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്കറിയില്ല, എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ ലാപ്ടോപ്പ്, ഇങ്ങനെ ഒരു ഇത് കണ്ടിരുന്നോ അല്ലെ? അപ്പൊ ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഷംസിന പറഞ്ഞ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളിത് വേഗം ആരിലെങ്കിലും എത്തിക്കാന്നുള്ളൊരു ഇതാണ്. അപ്പൊ സൗജന്യമായിട്ടുള്ള എല്ലാവർക്കും ലാപ്ടോപ്പ് ആണല്ലോ. അപ്പോ അതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണമാണ്. ഇപ്പൊ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് അപ്പൊ തന്നെ എടുത്തു വെച്ചതായിരുന്നു. ഇതാണ് അതിന്റെ ഒരു സംഭവം വന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ? ഈ സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മളിങ്ങനെ വായിക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ലിങ്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഫ്രോഡാണെന്ന്. കാരണം ഇങ്ങനെ ഇപ്പൊ പിന്നെ എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഗവൺമെന്റ് ഓഫ് കേരള ഗവൺമെന്റിന്റെ ഒരു ചിഹ്നമൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ ഈ കേരള ഗവൺമെന്റിന്റെ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം ഉണ്ടാവേണ്ടത്? Kerala.gov. അങ്ങനെ സംതിങ് ആണ് ഇവിടെ ഉണ്ടാവേണ്ടത്. ഇതൊന്നുമില്ല. പിന്നെ ഈ CLCK.RU എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് .RU. ഇപ്പൊ നമ്മൾ ഒരു ജെന്യുവിൻ സാധനങ്ങളാണെങ്കിൽ എപ്പോഴും .com അതല്ലെങ്കിൽ .in ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആയിരിക്കും കൂടുതലായിട്ടും വരിക. ഒരിക്കലും ഇങ്ങനെ CLCK എന്ന് പോലും വരില്ല. അപ്പൊ .RU എന്ന് പറഞ്ഞാൽ റഷ്യയാണ്. ഞാൻ അടിച്ചു നോക്കുമ്പോൾ .RU എന്ന് പറയുമ്പോൾ റഷ്യൻ ആണ്. അപ്പൊ റഷ്യയിലത്തെ ആരോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലിങ്ക് ആണിത്. ഇത് എന്നിട്ട് നമ്മളെ എല്ലാ ഗ്രൂപ്പിലേക്കും അയക്കാണ്. ഇപ്പൊ നമ്മളുടെ സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പിൽ പോലും ആരും ഷെയർ ചെയ്ത്. അപ്പോ ഇതിലെന്താണ്, നമ്മൾ വീട്ടിൽ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി തന്നെ ഹാക്ക് ചെയ്യപ്പെടുവാണ്. കാരണം എന്താണ്, അവർക്ക് നമ്മളിലേക്ക് ആക്സസ് കിട്ടാണ്. അവിടെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും നമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഒരു ലാപ്ടോപ്പോ എന്തെങ്കിലും സംഭവങ്ങൾ അവിടെ ഉണ്ടാകും. ഇതേപോലെ തന്നെ ലുലുവിന്റെ ഉണ്ടാവാറുണ്ട്. ലുലുവിന്റെ ഇടയ്ക്കിടെ വരാറുണ്ട്, ലുലുവിന്റെ ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ആ ലിങ്ക് നോക്കിയിട്ട് മാത്രം നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതേപോലെ തന്നെ ഇപ്പൊ അടുത്ത് പിന്നെ സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന്റെ ഒരു നിർദ്ദേശം എന്താ, വാട്സപ്പിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മൾ ചെയ്യുക എന്നുള്ളത്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ മസ്റ്റ് ആയിട്ടും എല്ലാവരും ചെയ്തിരിക്കണം എന്ന ഒരു നിർദ്ദേശം ഇപ്പൊ അടുത്ത്, ഇപ്പൊ 2 ദിവസം മുമ്പ് എറണാകുളത്ത് വളരെ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു വന്നപ്പോ, അപ്പൊ അതിൽ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് അക്കൗണ്ട്സിൽ പോയിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംഭവം ഉണ്ട്. ഈ സാധനം നമ്മൾ നമ്മുടെ വാട്സപ്പുകളിൽ ചെയ്തു വെക്കണം. എന്നാലേ നമ്മൾ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യത കുറയും എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ പിന്നെ പല കാര്യങ്ങളും നമ്മൾ അറിയുന്നതോടൊപ്പം തന്നെ അറിയപ്പെടാതെ പോകുന്ന OTP വളരെ ഡേഞ്ചർ ആണ്. OTP ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ്. അപ്പോൾ ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എൻ്റെ വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ട് പിന്നെ എൻ്റെ വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ റഷ്യയിലുള്ള ഒരാളായിരിക്കും ഹാക്ക് ചെയ്യുന്നത്. എന്നിട്ട് ബാവാ സാറിന് അയച്ചു കൊടുക്കുകയാണ് OTP. എന്താണ്, പിന്നെ ഒരു OTP അയച്ചു കൊടുത്തിട്ട് അത് തിരിച്ചയക്കാൻ പറയാണ്. അപ്പൊ ഒബിയസ്ലി ഞാനാണല്ലോ അയക്കുന്നത്. അപ്പൊ ബാവാ സാർ വിചാരിക്കും ഞാനാണ് അയക്കുന്നത്, എനിക്ക് ആ OTP തിരിച്ചയച്ചു തരും. അതോടുകൂടി ബാവാ സാറും ഹാക്ക് ചെയ്യപ്പെടും. ഇങ്ങനെ എന്താണ് ഹാക്ക് ചെയ്ത് പോകുന്ന ഒരു രീതി അങ്ങനെ പലയിടത്തും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലോ അതല്ലെങ്കിൽ ബസ് സ്റ്റേഷനിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ചാർജ് ചെയ്യുന്നത്, നമ്മുടെ മൊബൈൽ ഫോൺ ജ്യൂസ് ജാക്കിങ്, നമ്മളുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ അവിടുത്തെ ചാർജിങ് പോർട്ടുകൾ ഉപയോഗിക്കുന്നതിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഇതിനോട് ചേർത്തും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ തിരിച്ചറിയുക, കൂടുതൽ പഠിക്കാൻ നമ്മൾ സന്നദ്ധമാവുക.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, സെഷന്റെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം. അതിനു വേണ്ടിയിട്ട് ഓഡിയൻസിന് മൈക്ക് റിലീസ് ചെയ്യാണ്. സാറേ സാറേ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സാറേ അതെ ടീച്ചർ പറഞ്ഞ പോലെ അതിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഇപ്പോ വേറെ ഈ അടുത്ത് വന്നൊരു 1-2 കേസ് പറഞ്ഞാല്, ഒന്ന് വാട്സപ്പിൽ DP മാറ്റുന്നു. ഉദാഹരണത്തിന് ഞാൻ ഫൈസൽ സാറിന്റെ ഫ്രണ്ടാണ്. ഫൈസൽ സാറിന്റെ DP എടുത്തിട്ട് ഞാൻ എന്റെ വാട്സപ്പിന്റെ DP ആക്കുന്നു. എന്നിട്ട് ഞാൻ ഷംസീന മാമിനോട് എനിക്കൊരു 500 രൂപ അയച്ചു തരുമോ, പെട്ടെന്ന് അയച്ചു തരാന്ന് പറയുന്നു. അപ്പൊ ഷംസീന മാം നോക്കുമ്പോ, ഓ എന്റെ ഗുരുവാണല്ലോ ചോദിക്കുന്നത്, എന്തോ പെട്ടെന്ന് അർജന്റ് ആയിരിക്കും, എന്നാ അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അയച്ചു കൊടുക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ആളുകളെ പറ്റിക്കുന്നു. ചിലർ പെട്ടെന്ന് DP മാത്രമേ നോക്കുള്ളൂ, റിക്വസ്റ്റ് വരുന്നു, അയച്ചു കൊടുക്കുന്നു. ചിലർ 5000 ചോദിക്കുന്നു, 2000 ചോദിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ ചില അധ്യാപകർ, ഞങ്ങളുടെ കോളേജിലൊക്കെ സംഭവിച്ചാൽ ചില അധ്യാപകരെ ഫോട്ടോ എടുത്തിട്ട് ഇവര് കൃത്രിമമായിട്ട് ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് കടം ചോദിക്കുന്നു. അപ്പൊ പറയാൻ നിഷ്കളങ്കരായ കുട്ടികൾ എന്ത് ചെയ്യും, ഓ മാഷല്ലേ ചോദിക്കുന്നു, മാത്സിന്റെ സാറാണ്, കൊടുത്തേക്കാം, ഇന്ത്യകളിലൊക്കെ പിന്നീട് കിട്ടും ബേബി അയച്ചു കൊടുക്കും. അപ്പോ വാട്സപ്പിന്റെ DP വെച്ചിട്ടൊക്കെ, അതുപോലെ ഫേസ്ബുക്കിന്റെ അക്കൗണ്ടൊക്കെ വെച്ച് ഒരുപാട് തട്ടിപ്പ് വെട്ടിപ്പ് നടക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ കോളേജിൽ ഒരു കുട്ടിയുടെ മറ്റേ പെട്ടെന്നൊരു വീഡിയോ കോൾ വന്നു. അവനത് അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്തപ്പോ തന്നെ അതിലെ ലേഡി വളരെ മോശമായ കാര്യങ്ങളൊക്കെ കാണിച്ചു. ഈ കുട്ടി അറിയാണ്ട് അത് കണ്ടിരുന്നു. ഇവന്റെ വീഡിയോ അവർ സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുത്തു. പിന്നെ ഇവനോട് പൈസ ചോദിച്ചു, ഇവനോട് യൂട്യൂബിലിടും. പിന്നെ ഇവന്റെ ഫോൺ അവരപ്പൊ തന്നെ ഹാക്ക് ചെയ്തു. ഇവന്റെ നമ്പേഴ്സിലോട്ട് എല്ലാത്തിലേക്കും ഇവന്റെ ആ കുട്ടിയുടെ വീഡിയോ ഒക്കെ അയച്ചു. അങ്ങനെ ആകെ പ്രശ്നമാക്കി. പിന്നെ കേസും പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പൊ അങ്ങനെ പല രീതിയിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ടീച്ചർ പറഞ്ഞ വിഷയം വളരെ പേടിയോടെ, വളരെ കരുതലോടെ നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ ഈ സ്ത്രീകൾ ചെയ്യുന്ന കുറെ മിസ്റ്റേക്ക് ഉണ്ട്. അതിലിപ്പോ ഒരെണ്ണം എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ വേണ്ടിയൊക്കെ പോകുന്നു, ഷോപ്പിൽ പോയി കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പൊ അവിടെ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ടാവും, അയാളുടെ നമ്മുടെ ഫോൺ കൊടുക്കുന്നു. അപ്പൊ അവരെന്ത് ചെയ്യും, വാട്സപ്പ് വെബ് കണക്ട് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ എന്ത് ചെയ്യും, അവർ വാട്സപ്പ് കണക്ട് ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ ചാറ്റ് ചെയ്യുന്ന നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർ യൂസ് ചെയ്യുന്നുണ്ടാവാം. നമ്മുടെ മൊബൈൽ വാട്സപ്പ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഇത് വേറെ എവിടെയെങ്കിലും നമ്മൾ ലോഗിൻ ആണോ, ഇല്ലെങ്കിൽ ആണെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ടീച്ചറെ വളരെ നന്നായിരുന്നു ക്ലാസ്. ഏറെക്കുറെ എല്ലാ ഏരിയകളിലും ടീച്ചർ ടച്ച് ചെയ്തു. വളരെ നല്ല പ്രസന്റേഷൻ. താങ്ക് യു മിസ്, വണ്ടർഫുൾ. അതെ. ഈ ബാബു സാർ പറഞ്ഞപ്പോ പിന്നെ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മളോട് ആര് കടം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഒന്നുകിൽ അവരെ ഡയറക്റ്റ്ലി വിളിക്കാൻ പറ്റുകയാണെങ്കിൽ ഡയറക്റ്റ്ലി വിളിച്ച് കൺഫേം ചെയ്തിട്ട് കൊടുക്കുക. എത്ര വലിയ തീവ്രമായിട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും ഇത് അപ്പുറത്തുനിന്ന് ചോദിക്കുന്ന ടെക്സ്റ്റ് വിടുന്ന ആള്, ഇപ്പൊ ഈവൻ ഫേസ്ബുക്ക് ആയി കഴിഞ്ഞാലും ഇൻസ്റ്റഗ്രാം ആയി കഴിഞ്ഞാലും എവിടെ ആയി കഴിഞ്ഞാലും ഡയറക്റ്റ്ലി ആളെ വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പൈസ കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നമ്മൾ പൈസ അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പൈസ മറ്റാൾക്ക് തരാനും നിർവാഹം ഇല്ലല്ലോ, കാരണം നമ്മൾ അയാൾക്കല്ലല്ലോ അയച്ചത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ ഒരു സംഭവം ഉണ്ടായി ഈ അടുത്ത്. ഞാൻ ഫേസ്ബുക്കിൽ ഒരു ആഡ് ചെയ്തു, ഒരു കോഴ്സിന്റെ ഫീസ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ 500 രൂപയാണ് ഫീസ് വെച്ചത്. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു, എനിക്ക് ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് അയച്ചു. എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, സാറേ ഞാൻ ആ അണ്ണോയെങ്കിൽ 1500 അയച്ചു പോയി, എനിക്ക് 1000 തിരിച്ചയക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ഗൂഗിൾ പേന്ന് ഉള്ള റിക്വസ്റ്റ് എനിക്ക് വന്നു ഇയാളുടെ. അപ്പൊ ഞാൻ ഗൂഗിൾ പേ എടുത്ത് നോക്കിയപ്പോ ഗൂഗിൾ പേയില് നമ്മൾ ഗൂഗിൾ പേ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. കാരണം ടിക്ക് വരെ എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ട് ആൾക്കാർ, പെയ്ഡ് എന്നുള്ളത് ടിക്ക് ചെയ്തിരുന്നുണ്ട്. അപ്പൊ ഇയാളെന്ത് ചെയ്യുന്നത്, അപ്പൊ എനിക്ക് ഗൂഗിൾ പേന്ന് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു, ഫ്രോഡ് ഡിറ്റക്റ്റഡ് എന്നിട്ട് വന്നു, ഇയാൾ ഫ്രോഡ് ആണെന്നുള്ളത് ഡിറ്റക്ട് ചെയ്ത് വന്നു. അപ്പൊ നമുക്ക് അങ്ങനെ സംശയാസ്പദമായ ഒരാളെ വന്നാല് നമ്മൾ അയാളെ റിപ്പോർട്ട് അടിക്കണം, അല്ലെങ്കിൽ വേറെ സാധുക്കൾ ഇയാൾ ഇതുപോലെ പറ്റിക്കും. അപ്പൊ ഞാൻ അന്ന് നോക്കിയത് കൊണ്ട് എന്ത് ചെയ്തു, ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ അറിയാണ്ട് എന്ത് ചെയ്യും, പാവം 1500 അടച്ചു, 1000 തിരിച്ചു കൊടുക്കാൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതെ. പിന്നെ മാത്രമല്ല, നമുക്ക് പൈസ അയച്ചു തന്നിട്ട് നമ്മൾ തിരിച്ചൊരിക്കലും അയക്കാൻ പാടില്ല എന്നുള്ളതാണ്. അയക്കുന്നതിന് മുമ്പ് നമ്മൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഇപ്പൊ ഒരു ടീം ഇപ്പൊ ഈ ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പല സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മളെ അക്കൗണ്ടിലേക്ക് പല ആളുകളിലേക്ക് ഇടും. ഇതേപോലെ 5000 30,000 ഒക്കെ ഇടും. എന്നിട്ട് പറയും തിരിച്ചിടാൻ പറയും. അപ്പൊ നമ്മൾ തിരിച്ചിടുമ്പോൾ ഇത് ചിലപ്പോ ഈ ഒരു നമ്പറോ അതല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ടോ ഏതെങ്കിലും ഒരു പിന്നെ പ്രവർത്തനങ്ങൾ, ഇല്ലീഗൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ഒന്നാണെങ്കിൽ പിന്നെ അതോടുകൂടി നമ്മൾ കൊടുക്കും. അപ്പൊ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു മണി നമ്മൾ തിരിച്ച് പിന്നെ അവർ പറയുന്ന ഒരു പെട്ടെന്ന് വന്നു പോയതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കരുത്. പോലീസിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രം, അത് എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും
ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ സംഭവങ്ങളാണ്. ബട്ട് പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടു എന്നുള്ളതാണ്. കാരണം ഇല്ലീഗൽ പ്രവർത്തനങ്ങളിലൊക്കെ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു പിന്നെ സുരക്ഷാ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുടുങ്ങിപ്പോവുകയും ചെയ്യും. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. സർ എന്തായാലും ഞാൻ ചെറിയൊരു പോയിന്റും കൂടി ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഇപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സർ പറഞ്ഞതിന്റെ ഒരു എന്താ പറയാ സമ്മറി പോലെ നമ്മൾ ഇങ്ങനെ ഒരു മാൽ പ്രാക്ടീസസ്, ഈ സിംപ്ലിസിറ്റി തന്നെയാണ് ഇവിടെ ചൂഷണം ചെയ്യുന്നത്. അതെ 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 സിംപ്ലിസിറ്റി നമ്മൾ അങ്ങനെ പെട്ടുപോയി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നെറ്റ് ഓഫ് ആക്കി ഇടാം, ഡിസ്കണക്ഷൻ വരുത്തുക, അതോടൊപ്പം തന്നെ ലോക്കൽ പോലീസിനെ കോണ്ടാക്ട് ചെയ്യാം. പലരും അതിനൊക്കെ ഒരു വിമുഖത കാണിക്കുന്നുണ്ട്, ഒരു മടി കാണിക്കും. അതിപ്പോ നാട്ടുകാരെ അറിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് പേടി കൊണ്ടും ഒക്കെ അറിവില്ലായ്മൊക്കെ നടക്കും. ഇപ്പൊ ഈ അവയർനെസിന്റെ ഭാഗമായിട്ട് പറയണ ഇന്റർനെറ്റ് അങ്ങനെ അപ്പൊ തന്നെ ക്ലോസ് ചെയ്ത് അപ്പൊ തന്നെ ഒരു പകുതിയിലപ്പുറം നമ്മൾ സുരക്ഷിതരായി. വേറെ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ ബ്ലോക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ലോക്കൽ പോലീസുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മുടെ ബാങ്കിൽ വിളിച്ചിട്ട് നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനും വേണമെങ്കിൽ നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആവശ്യമായ ഘട്ടമാണെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുക. അതൊക്കെ പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ എല്ലാത്തിനും നമുക്ക് സെക്യൂർ ആവാൻ പറ്റും. ഇതുപോലുള്ള ഫിനാൻഷ്യൽ മാൽ പ്രാക്ടീസിൽ നിന്ന് നമുക്ക് സെക്യൂർ ആവാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ കോൾ റെക്കോർഡിങ്സ്, സ്ക്രീൻഷോട്ട്സ്, അങ്ങനെയുള്ള എവിഡൻസുകളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുക. കാരണം ഫർദർ ഒരു എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും അതെല്ലാം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവയർനെസ് ആവുക എന്നുള്ള കൂടുതൽ നോളേജ്ഫുള്ളി നമ്മൾ അതിലേക്ക് ഇടപെടുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ. ഒരു കാര്യം കൂടി പറഞ്ഞു ടീച്ചർ. ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസിന് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോഴേ ഞങ്ങളുടെ കോളേജിൽ ഒരു സംഭവം ഉണ്ട്. നമ്മുടെ കോളേജിലെ കുട്ടികളെ മ്യൂൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഇപ്പൊ മ്യൂൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാല് ഇപ്പൊ സപ്പോസ് ടീച്ചറിന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറയും. ഇപ്പൊ സപ്പോസ് ഫെഡറൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറയുന്നു. ടീച്ചർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ടീച്ചറിന്റെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ATM കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ തിരിച്ചു വാങ്ങിക്കുന്നു. അപ്പോ മ്യൂൾ എന്ന് പറഞ്ഞാൽ കോവർക്ക് എഴുതാന്നുള്ളത്. അതായത് ഇയാളെ നമ്മളൊരു കഴുതയെ പോലെ യൂസ് ചെയ്യുന്നു. ഇയാളെ നമ്മളെല്ലാം വാങ്ങിച്ചിട്ട് ഇയാളുടെ അക്കൗണ്ടിലേക്ക് വേറെ സാറ് നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് മണി ടീം അയക്കുന്നു. അയച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇത് ATM ഉണ്ട് ഇയാളുടെ, നമ്മളത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, പണം പിൻവലിക്കുന്നു. ഇയാൾക്ക് 5000 രൂപ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഓരോ ട്രാൻസാക്ഷനും ഇയാളുടെ ലക്ഷങ്ങൾ വരുന്നുണ്ടാവും. വന്ന് വിത്തിൻ സെക്കൻഡ്സ് ഇയാൾ എന്ത് ചെയ്യുന്നു, മറ്റേ ക്യാഷ് വലിക്കുന്നു. ഇയാൾക്ക് 5000 രൂപ എന്ത് ചെയ്യുന്നു, ഇയാളുടെ അക്കൗണ്ട് കൊടുക്കുന്നു. അങ്ങനെ കുറെ പേര് മലപ്പുറം ജില്ലയിൽ മാത്രം കേസിൽ പ്രതികളായിട്ടുണ്ട്, കുട്ടികൾ, സ്റ്റുഡൻസ്. അപ്പോ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞെടുക്കണം. അപ്പോൾ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ആൾക്കാർ സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ചില ബാങ്കുകളൊക്കെ ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് അവർ ഓക്കെ. അപ്പൊ ടീച്ചർ ഒന്ന് പറയണം, ഇങ്ങനത്തെ ക്ലാസ് എടുക്കുമ്പോൾ സ്റ്റുഡൻസിനോട് പറയണം. നമ്മൾ മക്കളിലേക്ക് മെയിൻ ആയിട്ട് എത്തിച്ചു. അങ്ങനെ അവർക്ക് ഇപ്പോഴത്തെ കുട്ടികളിലൊക്കെ ഉള്ള ഒരു പരക്കുള്ള ചിന്തയാണ് റിച്ച് ആവുക എന്നുള്ളത്. നമ്മള് ക്യാമ്പിൽ സംസാരിച്ചതാണല്ലോ, എളുപ്പം പൈസ ഉണ്ടാക്കുക, റിച്ച് ആവുക, മറ്റുള്ള കുട്ടികളുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് പോവുക എന്നുള്ളതൊക്കെ. അതിന് അവരെ എന്ത് മാർഗം, വഴി ഏത് എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. അപ്പൊ അവയർനെസ് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം. ഒരു ആരെങ്കിലും ഇപ്പൊ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിന് വെയിറ്റ് ചെയ്യാതെ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. എല്ലാം നമ്മൾ വീട്ടിൽ നിന്നാണല്ലോ തുടങ്ങേണ്ടത്. അതിനും മെയിനായിട്ട് ഉമ്മമാര് തന്നെ, സ്ത്രീകളായിട്ടുള്ള നമ്മൾ ഉമ്മമാര് തന്നെ അതിന് മുൻകൈ എടുക്കണം എന്ന് ഒരവസരത്തിൽ പറയാണ്. ഏത് പ്രായം, ഏത് ജനറേഷൻ എന്നുള്ളതല്ല, പ്രായമായവർ പോലും, അവർക്ക് പോലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടാവാം. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. സൈബർ അവയർനെസ്സിനെ കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, മറ്റുള്ളവരിലേക്ക് പിന്നെ അറിയിക്കുക. അത് മാത്രമാണ് ഇതിലേറ്റവും പരിഹാരം. ഒരു അവയർനെസ് ആവുക. നമ്മൾ ടോപ്പിക് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവെയർ ആവുക, മറ്റുള്ളവരെ ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുക, പിന്നെ അപ്ഡേറ്റഡ് ആകുക എന്നുള്ളത്. കാരണം ഇന്നത്തെ പോലെയല്ല നാളെ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു സംഭവം അത് നാളെ ആകുമ്പോഴേക്കും അത് ഔട്ട്ഡേറ്റഡ് ആവണം. അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് നാളെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ഡേറ്റഡ് എന്നുള്ളത് ജീവിതത്തിന്റെ അനിവാര്യതയായിട്ട് മാറിക്കൊണ്ട്, മറ്റേന്ന് വെച്ചെന്താണ്, നമ്മൾ നന്നാവൂല, അതല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നൊക്കെ ആയിരിക്കും. ഇതിപ്പോ എന്താണ്, അപ്ഡേറ്റഡ് ആയാലും നമ്മൾ കുടുങ്ങി പോവാണ്.
നമ്മള് ആ ഒരു പിന്നെ ശൈലിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ടെക്നോളജിക്കലി നമ്മൾ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് പിന്നെ കുഴിയിൽ ചാടുന്നോന്നോ അതല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നോ മറ്റേന്ന് വെച്ചാൽ ഒന്നുമില്ല, അവിടെ ഇങ്ങനെ അടങ്ങി നമുക്ക് ഇരിക്കാനെങ്കിലും പറ്റും. അപ്പോ അതിനു വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുക, അവെയർ ആവുക. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു സെഷന് വേണ്ടിയിട്ട് തയ്യാറായി പ്രിപ്പയർ ചെയ്ത് മനോഹരമായിട്ട് അവതരിപ്പിച്ച ഷംസിന മാമിന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ സെഷനിൽ എത്തിച്ചേരുകയും ഇന്ററാക്ട് ചെയ്യുകയും അതേപോലെ തന്നെ അതിന്റെ അവസാനം വരെ പങ്കെടുക്കുകയും ചെയ്ത എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.